ചങ്കുറപ്പ് കൊണ്ട് മാത്രം ഈ വീട്ടിൽ നിന്ന് മുന്നോട്ട് പോയത്. ഞാൻ നേരത്തെ പറഞ്ഞു, സഹോദരി ആഴിക്കുട്ടി പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ വേണ്ട, അരുത്, പോകരുത്, ഇങ്ങനെ ക്രൂരമായി പോലീസിന്റെ മർദ്ദനമേൽക്കാൻ വേണ്ടി ഇങ്ങനെ പോകരുതെന്ന് പറയുമ്പോൾ നിനക്ക് വേറെ രണ്ടുപേരുണ്ടല്ലോ സഹോദരങ്ങൾ, ഞാൻ കോട്ടകൊച്ച് എന്ന് പറഞ്ഞിട്ട് ഈ ജനങ്ങളുടെ ഇടയിലേക്ക്, അന്നത്തെ കർഷക തൊഴിലാളിയുടെ, കയർ തൊഴിലാളിയുടെ പ്രശ്നങ്ങൾക്കിടയിലേക്ക് എടുത്തു ചാടിയ വി എസ് അച്യുതാനന്ദൻ. പിന്നീട് വി എസ് അച്യുതാനന്ദനെ കാണാൻ സഹോദരൻ ചെല്ലുമ്പോൾ വി എസിന്റെ രണ്ട് കാലും തച്ച് തകർത്ത് കാലിൽ ബയണറ്റ് കുത്തിക്കയറ്റിയിട്ടിരിക്കുന്ന വി എസ്, ഇങ്ങനെ തറയിലൂടെ നിരങ്ങി നീങ്ങുന്ന വി എസിനെ കണ്ട കാഴ്ച സഹോദരി ആഴിക്കുട്ടി കഴിഞ്ഞ ദിവസം വിശദീകരിക്കുന്നത് കണ്ടു. ആ കാലത്ത് നിന്ന് ഒരു മഹാനേതാവായി അദ്ദേഹത്തിന്റെ വളർച്ച നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ ഒരു നേതാവായി വരും എന്ന് എന്തെങ്കിലും പ്രതീക്ഷയോടെയാണോ അന്ന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടാവുക എന്ന് നമ്മൾ ആലോചിക്കണം. 94 വയസ്സുള്ള സഹോദരി ആഴിക്കുട്ടി പറയുന്നത് അതായത് മരണത്തിലേക്കുള്ള ഒരു യാത്ര, ആ പോരാട്ടം, മരണ പോരാട്ടം തന്നെയാണ് വി എസ് അച്യുതാനന്ദൻ നടത്തിയിരുന്നത്. അവിടെ അദ്ദേഹം അതിജീവിച്ചു എന്ന് മാത്രമല്ല വിജയിച്ചു. പണ്ട് അദ്ദേഹത്തെ പരാജയം ഭക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യൻ എന്ന് വിശേഷിപ്പിച്ചപ്പോൾ അത് ആ നിലയ്ക്ക്, ചില നിലയ്ക്ക് പാർട്ടിയിലെ സംഘടനാപരമായ ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന് തിരിച്ചടി ഉണ്ടായപ്പോൾ അതിനെ അതിജീവിച്ച് അദ്ദേഹം മുന്നേറുന്ന കാഴ്ചയെ കണ്ടാണ് ആ പരാജയം ഭക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യനെന്ന് പറഞ്ഞതെങ്കിൽ അദ്ദേഹം എല്ലാ കാലത്തും ജീവിതത്തിൽ അതിജീവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ആ അതിജീവനം എന്നത് ആ പരാജയത്തെ അതിജീവനത്തിൻ്റെ ഒരു സാധ്യതയായി കണ്ടുകൊണ്ട് അതിജീവിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. എത്ര തവണ മരണത്തിൻ്റെ വക്കിലെത്തി അദ്ദേഹം മടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 4ാമത്തെ വയസ്സിൽ ഒരു ചികിത്സയുമില്ലാത്ത വസൂരി നാട്ടിലാകെ പടർന്നു പിടിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തെ വിട്ടു പിരിയുന്നത്. അവിടെ അദ്ദേഹം ആ നിലയ്ക്ക് വലിയ നഷ്ടത്തിനിടയിൽ അദ്ദേഹം അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. അമ്മയെ ഇങ്ങനെ ഈ നാട്ടിൽ നിന്നുകൊണ്ടാണെന്ന് ഓർക്കണം, ഈ പുന്നപ്രയുടെ മണ്ണിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ നാട്ടിൽ മൊത്തം വസൂരി പടർന്നു പിടിച്ച കാലത്ത് ഒരു ഓലപ്പുരയിലേക്ക് അമ്മയെ മാറ്റിക്കൊണ്ട് അമ്മയെ നേരിട്ട് കാണാനുള്ള ഒരവസരവും ഇല്ലാതിരിക്കുന്ന കാലത്ത് സങ്കടത്തോടെ മക്കളെ അച്ഛൻ ശങ്കരൻ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഓലപ്പുരയുടെ, അമ്മയെ പാർപ്പിച്ചിരിക്കുന്ന ഓലപ്പുരയുടെ ഏറെ ദൂരെ നിന്ന് അവിടേക്ക് നോക്കി നിൽക്കുന്ന കാഴ്ച വി എസ് തന്നെ പലയാവർത്തി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വി എസ് പറയുന്നത് എൻ്റെ അമ്മ ആ ഓലക്കീറിനിടയിലൂടെ എന്നെ കണ്ടിട്ടുണ്ടാകും എന്നാണ് വി എസ് പറയുന്നത്. അതിനപ്പുറത്തുള്ള ഒരു ഓർമ്മയില്ല വി എസിന്. അവിടെ അന്ന് വസൂരി പിടിച്ച് മരിച്ചവരെ ആ വീടോ ആ കുടിലോടെ ഇരിക്കുകയാണ് അന്നൊക്കെ കണ്ടിട്ടുള്ള കാഴ്ച. മറ്റൊരു ചികിത്സയുമില്ല. നാട്ടിൽ പടർന്നു പിടിക്കുന്ന വസൂരിയെ അതിജീവിക്കാൻ മറ്റൊരു സാഹചര്യമില്ല. അങ്ങനെയാണ് വി എസിൻ്റെ അമ്മ വി എസിനോട് വിട പറയുന്നത്. പിന്നീട് 11ാം വയസ്സിൽ അച്ഛൻ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ, അന്ന് 2 മാസം മരണക്കിടക്കയിൽ കിടക്കുന്നു, രോഗാവസ്ഥയിൽ കിടക്കുന്നു. അന്ന് എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് എല്ലാ ദൈവങ്ങളോടും വല്ലാത്ത സ്നേഹമുണ്ടായി. എങ്ങനെയെങ്കിലും എൻ്റെ അച്ഛനെ ഒന്ന് രക്ഷിച്ചു തരണേ എന്ന്. എനിക്ക് മറ്റാരുമില്ല, രക്ഷിച്ചു തരണേ എന്ന്. പക്ഷേ അപ്പോഴും രക്ഷിക്കാത്ത ദൈവങ്ങളെ അവിടെ ഉപേക്ഷിച്ചതാണ് എന്നാണ് വി എസിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം 11ാം വയസ്സിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അവിടെ അദ്ദേഹത്തിൻ്റെ പഠനം ഈ വീട് ഇരിക്കുന്ന ഈ പുന്നപ്രയിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മളിത് ഓർക്കുന്നത്. വേലിക്കകത്ത് വീടിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ട് തന്നെ ആ ഓർമ്മകളുടെ ഇരമ്പം ഈ ജനാവലിയിൽ മുഴുവൻ ഉണ്ട് എന്നുള്ളതും നമുക്ക് ഉറപ്പിച്ചു പറയാം. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് അദ്ദേഹം പിന്നീട് 11 വയസ്സിൽ സ്കൂൾ പഠനം അവസാനിപ്പിച്ച് അദ്ദേഹം പിന്നീട് മുന്നോട്ട് പോവുകയാണ്. 11ാം വയസ്സിൽ സ്കൂൾ പഠനം അവസാനിപ്പിക്കുന്നതിനും തൊട്ട് മുമ്പ് അദ്ദേഹം സ്കൂളിൽ പോരാടുന്നുണ്ട്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സവർണ്ണ കുട്ടികളെ അരഞ്ഞാണം അഴിച്ചെടുത്ത് അടിച്ചോടിക്കാൻ അദ്ദേഹത്തിന് പ്രാപ്തി കൊടുത്തത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കരുത്തു നൽകുന്ന വാക്കുകളാണ്. പക്ഷേ തൊട്ടു പിന്നാലെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് വിടവാങ്ങുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് 11ാം വയസ്സിൽ തയ്യൽ തൊഴിലാളിയായി അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ കടയിലേക്ക് എത്തുകയാണ്. അവിടെ ഇരുന്ന് അവിടെ എത്തുന്ന ആളുകൾ കൊടുത്ത പുസ്തകങ്ങൾ വായിച്ചും അവിടെ എത്തുന്ന രാഷ്ട്രീയക്കാർ കൊടുത്ത പുതിയ രാഷ്ട്രീയം പഠിച്ചും ഒക്കെ തന്നെയാണ് ആ കാലത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം ചുവടുവയ്ക്കുന്നത്. ലോകമാകെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വലിയ ഉയർച്ച കാണുന്ന ആ കാലത്തൊരു 11 വയസ്സുകാരനായി തയ്യൽ തൊഴിലാളിയായി അദ്ദേഹം ജ്യേഷ്ഠൻ്റെ കടയിലുണ്ട്. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ 17ാം വയസ്സിൽ ആസ്പിൻവാളിലെ കയർ തൊഴിലാളിയായി അദ്ദേഹം ചേരുമ്പോൾ അവിടെ നിന്നാണ് പി കൃഷ്ണപിള്ള, സഖാക്കളുടെ സഖാവ് എന്ന് പറയുന്ന പി കൃഷ്ണപിള്ള, വൈക്കംകാരനായ പി കൃഷ്ണപിള്ള അദ്ദേഹത്തെ വി എസ് അച്യുതാനന്ദനെ കൈപിടിച്ച് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത്. തയ്യൽ തൊഴിലാളി അന്നത്തെ അവിടുത്തെ കയർ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് 5000 പേരടങ്ങുന്ന ഒരു തൊഴിലാളി സംഘത്തെ അന്ന് ആസ്പിൻവാളിൽ നയിക്കാനുള്ള യോഗ്യതയുണ്ട് വി എസ് അച്യുതാനന്ദന് എന്ന് തിരിച്ചറിയുകയാണ് പി കൃഷ്ണപിള്ള. അവിടെ നിന്ന് അദ്ദേഹം വി എസ് അച്യുതാനന്ദനെ കൈപിടിച്ചുയർത്തി 5000 തൊഴിലാളികളുടെ നേതാവാക്കി മാറ്റുകയാണ്. അവിടെ നിന്നാണ് വി എസ് അങ്ങോട്ട് വളരുന്നത്. വി എസ് പടർന്നു പന്തലിക്കുന്നത്, ജനലക്ഷങ്ങളുടെ ആവേശമായി മാറുന്നത്. ആ കാലത്ത് ഒരു സംഘടനാ പ്രവർത്തനം എന്നുള്ളതോ തൊഴിലാളി വർഗ പ്രവർത്തനം എന്നുള്ളതോ ചിന്തിക്കാനാവാത്ത കാര്യമാണ്. പക്ഷേ അന്ന് ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സവർണ്ണ കുട്ടികൾ പരിഹസിച്ച് അടിച്ചോടിക്കാൻ ശ്രമിച്ച സവർണ്ണ കുട്ടികളെ അരഞ്ഞാണം അഴിച്ചൂരി അടിച്ചോടിച്ച ആ ആർജവവും കരുത്തും എല്ലാം അത് വി എസ്
എസ് അച്യുതാനന്ദൻ പിന്നെയും തുടർന്നു വരുന്നതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ വി എസ് അച്യുതാനന്ദൻ അവിടെ നിന്ന് അങ്ങോട്ട് ആ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ ഏർപ്പെടുന്നു. പിന്നെ കയർ തൊഴിലാളികളിൽ നിന്ന് മറ്റ് കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ അദ്ദേഹത്തെ പി കൃഷ്ണപിള്ള നിയോഗിക്കുന്നത് കുട്ടനാട്ടിലേക്കാണ്. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന കാലത്താണ് ഈ ദിവാൻ സർസിപിക്കെതിരെ പുന്നപ്ര വയലാർ സമരം പൊട്ടിപ്പുറപ്പെടുന്നത്. അതായത് പുന്നപ്ര വയലാർ സമരം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ ഈ തിരുവിതാംകൂർ വിസമ്മതിക്കുകയും ഒരു ഹിന്ദു രാഷ്ട്രമായി തിരുവിതാംകൂർ നിലനിൽക്കണമെന്നുള്ള ആഗ്രഹം തിരുവിതാംകൂർ പ്രകടിപ്പിക്കുകയും ചെയ്ത ഘട്ടത്തിൽ അതിനെ ചെറുക്കുക, ഇന്ത്യൻ യൂണിയനിൽ ലയിക്കണം എന്നുള്ളതായിരുന്നു അന്നത്തെ മുദ്രാവാക്യം. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു സുപ്രധാന ഏടായി തന്നെ വേണം നമ്മൾ കണക്കാക്കാൻ പറ്റും. കാരണം പല സംസ്ഥാനങ്ങളും പല സംസ്ഥാനങ്ങളും എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇത്തരത്തിൽ അന്ന് രാജ്യങ്ങളാണല്ലോ ഉള്ളത്. അന്നത്തെ ഈ രാജ്യങ്ങളെല്ലാം അന്ന് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചാണ് പല രാജ്യങ്ങളെയും അന്നത്തെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നതെങ്കിൽ ഇവിടെ അതിനോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട്, ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ഇവിടെ ഉയർന്ന മുഴുവൻ പ്രതിഷേധങ്ങളെയും അടിച്ചമർത്താൻ ശ്രമിച്ച സർസിപിക്കെതിരെയാണ് ഇവിടെ ശക്തമായ കർഷക പ്രക്ഷോഭം ഉയരുന്നത്. ആ കർഷക പ്രക്ഷോഭത്തിന്റെ മുൻനിര പോരാളിയായി ചെറുപ്പക്കാരനായ വി എസ് അച്യുതാനന്ദനും ഇറങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇവിടുത്തെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിന് പി കൃഷ്ണപിള്ള കൊടുത്ത നിർദ്ദേശം പൂഞ്ഞാറിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കുക എന്നത്. അങ്ങനെ പൂഞ്ഞാറിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ പോയ വി എസ് അച്യുതാനന്ദനെ പുന്നപ്ര വയലാറിന് ശേഷം നടന്ന ഏറ്റവും വലിയ പോലീസ് വേട്ടയിൽ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുകയാണ്. അന്ന് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ ഇതാരാണ് എന്ന് തിരിച്ചറിയാൻ ആദ്യഘട്ടത്തിൽ കഴിയുന്നില്ല. അന്ന് ഇടിയൻ വാസുപിള്ള എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്, CID ആണ് അന്നത്തെ CID. ആ CID ആണ് പുന്നപ്ര വയലാർ സമര സേനാനികളെ തിരിച്ചറിയാൻ പ്രാപ്തിയുള്ളയാൾ. ആ ഇടിയൻ വാസുപിള്ള പൂഞ്ഞാറിൽ പോയി തിരിച്ചറിയുകയാണ് ഇത് വി എസ് അച്യുതാനന്ദനാണ്. അന്ന് വി എസ് അച്യുതാനന്ദൻ അറിയപ്പെടുന്നത് അലക്സ് എന്നാണ്. അലക്സ് എന്ന പേരിലാണ് വി എസ് അച്യുതാനന്ദൻ അറിയപ്പെട്ടിരുന്നത്. അന്ന് ഈ ഒളിവിൽ ജീവിക്കുന്നവർ അത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം നടത്തി ഒളിവിൽ ജീവിക്കുന്നവർ മറ്റൊരു പേര് സ്വീകരിക്കും. അലക്സ് എന്ന പേര് സ്വീകരിച്ച് അങ്ങനെ ഈ പൂഞ്ഞാറിൻ്റെ മണ്ണിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ഒളിവ് ജീവിതത്തിലൂടെ രാഷ്ട്രീയ സംഘാടനം നടത്തുകയും ഒക്കെ ചെയ്ത, തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും ചെയ്ത വി എസ് അച്യുതാനന്ദനെ അവിടെ എത്തി ഇടിയൻ വാസുപിള്ള തിരിച്ചറിയുകയാണ്. അവിടെ നിന്നാണ് ആ പോലീസ് സ്റ്റേഷനിലെ ക്രൂരമായ മർദ്ദനം ആരംഭിക്കുന്നത്. അവിടെ വന്ന് തിരിച്ചറിഞ്ഞ ഈ ഇടിയൻ വാസുപിള്ള VS-നോട് തന്നെ പറയുന്നുണ്ട്, ഞാൻ മനസ്സിലായി കേട്ടോ, എനിക്ക് ആളെ മനസ്സിലായി, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നെ അങ്ങോട്ട് ക്രൂരമായ മർദ്ദന മുറകളാണ്. കാലിൽ ചൂരൽ കൊണ്ട് ഈ ഇരുമ്പഴിക്കുള്ളിൽ വെളിയിലേക്ക് കാല് വലിച്ചു കെട്ടി, ചക്കരക്കല്ല് കൊണ്ട് വലിച്ചു കെട്ടി, കാലിൻ്റെ പത്തിയിൽ ആഞ്ഞാഞ്ഞ് ചുരൽ കൊണ്ട് ആഞ്ഞടിക്കുന്നു. ആ ആഞ്ഞടിച്ചപ്പോഴും ഒരിക്കൽ പോലും അദ്ദേഹം ആരാണ് എൻ്റെ ഒപ്പമുള്ള സഖാക്കളെന്നോ അവരെവിടെയാണ് ഒളിവിലെന്നോ എന്ന് പറയാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ പറയാതിരിക്കുമ്പോഴാണ് ആഴിക്കുട്ടി തന്നെ ആ കാലത്തെ ഓർത്തെടുക്കുന്നുണ്ട്. ആഴിക്കുട്ടിയോട് വി എസ് അച്യുതാനന്ദൻ തന്നെ വിശദീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ. അതായത് അങ്ങനെ കാലിൽ ആഞ്ഞടിച്ച് തിണർത്ത കാലിലേക്ക് ബയണറ്റ് കുത്തിക്കയറ്റുകയാണ്. കാരണം കൊല്ലുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് അത് ചെയ്തതെന്ന് VS പിന്നീട് വിശദീകരിച്ചിട്ടുണ്ട് പലവട്ടം. കാരണം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ കൂടെയുള്ള മറ്റ് സഖാക്കൾ എവിടെയാണ്, എന്താണ് എന്നുള്ളത് ചോദിക്കുമ്പോൾ അവരെ ഒറ്റുകൊടുക്കാൻ VS അച്യുതാനന്ദൻ തയ്യാറാവുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് എന്നെ മർദ്ദിച്ച കാര്യങ്ങൾ അറിയാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ മർദ്ദിച്ച സ്ഥലത്തോട് ചോദിക്കുക. അത് ചിലപ്പോൾ പറയും കാൽപാദത്തിലേക്കാണ് മർദ്ദിക്കുന്നത്, അപ്പോൾ കാൽപാദത്തോട് ചോദിക്കൂ, ചിലപ്പോൾ പറയുമായിരിക്കും എന്ന് VS അവരെ പരിഹസിക്കുകയാണ്. അപ്പോഴാണ് ബയണറ്റ് കാല് കുത്തുന്നത്, കുത്തി ആ ബയണറ്റിൻ്റെ കാലിൻ്റെ മറുപുറം തുളച്ചിറങ്ങുന്നു. അവിടെ രക്തപ്രളയം ഉണ്ടാകുന്നു. അവിടെ നിന്ന് ഈ പുന്നപ്രയിൽ നിന്ന് പോയ VS അച്യുതാനന്ദൻ്റെ ജീവിതത്തിലെ ഒരേടാണത്. അവിടെ നിന്ന് VS അച്യുതാനന്ദൻ അവിടെ മരിച്ചു എന്ന് കരുതി VS-നെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ പല ആവർത്തി പറഞ്ഞു, എല്ലാവർക്കും അറിയാം, കേരളത്തിന് അറിയാവുന്നതാണ്. അന്ന് കള്ളൻ കോലപ്പൻ VS അച്യുതാനന്ദൻ്റെ ഞരക്കം കേട്ട് ഇദ്ദേഹത്തിന് ജീവനുണ്ട്, രക്ഷിക്കണമെന്ന് പറഞ്ഞ് പാലാ സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ പാലാ സർക്കാർ ആശുപത്രിയിൽ നിന്നാണ് VS അച്യുതാനന്ദൻ വീണ്ടും പുനർജനിക്കുന്നത് എന്ന് നമുക്ക് പറയാം. പല മരണങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ് VS. ഏറ്റവും ഒടുവിൽ മരണത്തോടും പോരാടുന്നത് കേരളം കണ്ടു. അങ്ങനെ മരണത്തോടും പോരാടിയതിന് ശേഷമാണ് VS 102ാമത്തെ വയസ്സിൽ വിട പറഞ്ഞെത്തുന്നത്. ഈ പോരാട്ടങ്ങൾ മുഴുവൻ സാധാരണക്കാർക്കും തൊഴിലാളികൾക്കും വേണ്ടിയുള്ളതായിരുന്നു എന്നുള്ളത് ഓർക്കണം. മറ്റൊരു കാര്യം, VS-ന്റെ ഒരു തിരിച്ചുവരവ്, സംഘടനാപരമായി VS-ന്റെ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം CPIM എന്നുള്ള രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമ്പോൾ ഒന്നുമല്ലാതായി പോകുമെന്ന് പ്രവചിച്ചവരുണ്ട് ആ രാഷ്ട്രീയ പാർട്ടി. കാരണം നേതാക്കന്മാർ മുഴുവൻ CPI
സംഘടനയിലാണുള്ളത്. അപ്പോൾ കുറച്ച് പേർ മാത്രം ഇറങ്ങി വന്നതുകൊണ്ട് എവിടെയാണ് ഒരു സംഘടന കെട്ടിപ്പടുക്കാനാവുക എന്ന് ചോദിച്ചവർക്ക് മുന്നിൽ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിലാണ് ഇവിടെ അദ്ദേഹം 14,000-ലേറെ വോട്ടുകൾ നേടുന്നത്. അന്ന് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നത് 4,000 വോട്ട് മാത്രമാണ്. അങ്ങനെ കരുത്ത് തെളിയിച്ച വി.എസ്. അച്യുതാനന്ദൻ, ആ വി.എസ്. അച്യുതാനന്ദനൊപ്പമാണ് അണികൾ അണിനിരുന്നത് എന്നതാണ്. വലിയ ജനാവലി അണിനിരുന്നത്. അതുപോലുള്ള നേതാക്കൾ AKG, EMS, വി.എസ്. അച്യുതാനന്ദൻ തുടങ്ങിയ നേതാക്കൾ. അന്നൊക്കെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ നേതാക്കന്മാർക്കിടയിൽ ഈ തൊഴിലാളികൾ പ്രോയിറ്റേറിയനിൽ നിന്ന്, തൊഴിലാളി വർഗത്തിൽ നിന്ന് തൊഴിലാളിയായി ഉയർന്നു വന്ന ഒരു നേതാവ് എന്നത്, മനുഷ്യന്റെ പൾസ് അറിയുന്ന, സാധാരണക്കാരന്റെ പൾസ് അറിയുന്ന നേതാവ് എന്ന് പറയുന്നത് വി.എസ്. അച്യുതാനന്ദൻ തന്നെയായിരുന്നു. അങ്ങനെ വി.എസ്. അച്യുതാനന്ദൻ ആ തൊഴിലാളി നേതാവായി കേരളത്തിൽ ആ സംഘടനയെ സംഘടിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഇവിടെ വലിയ പാർട്ടിയായി, ഭരിക്കുന്ന പാർട്ടിയായി CPIM-നെ വളർത്തുന്നത് എന്നതുകൂടി നമ്മൾ ഓർക്കണം. അങ്ങനെ പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് പാർട്ടിയുടെ ഈ CPIM എന്ന രാഷ്ട്രീയ ആദ്യത്തെ നേതാവായി ഇറങ്ങി വന്ന അവസാനത്തെ ആൾ, ഇന്നലെ ഒരു കവി കൂടിയായ ഹരിശങ്കരൻ അശോകൻ ഫേസ്ബുക്കിൽ അദ്ദേഹം എഴുതിയത് വല്ലാതെ മനസ്സിനെ തൊട്ടു. അദ്ദേഹം പറയുന്നത് അവസാനത്തെ കുന്തക്കാരൻ ഇവിടെ പറയുകയാണെന്ന്. അതായത് ഈ പുന്നപ്ര-വയലാർ സമരത്തിലെ അവസാനത്തെ ആൾ, ആ പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കെട്ടിപ്പടുത്ത ആളുകളിൽ അവസാനത്തെ ആൾ, അങ്ങനെ ഒരാളാണ്. ഒരു ചരിത്രത്തിന്റെ കേവലം ഒരു അടയാളമല്ല, ഒരു ലെജൻഡാണ് ആ നിലയ്ക്ക് വിട പറയുന്നത് എന്നത് നമ്മൾ ഓർക്കണം. അപ്പോൾ അങ്ങനെ ഈ രണ്ട് സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഇത് നമ്മളിങ്ങനെ എടുത്തു പറഞ്ഞാൽ എത്ര ജീവിതാവസരങ്ങളിൽ കേരളത്തിന്റെ പോരാട്ട ഭൂമിയിൽ വി.എസ്. ഇങ്ങനെ മുന്നോട്ട് നടന്നിട്ടുണ്ട്. വി.എസിനെ കാണാൻ വന്ന ഒരാളോട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ കാണാൻ എത്തിച്ചേർന്നിരിക്കുന്ന, പാലക്കാട് നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഒരാളോട് എന്തിനാണ് ഇത്രയും കാത്തു നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത്ര സങ്കടത്തോടെ നിൽക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ വി.എസിനെ ഓർക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരൊറ്റ വാക്കിലാണ് അദ്ദേഹം ഉത്തരം പറയുന്നത്, സമരം എന്ന്. സമരം എന്നതിനപ്പുറത്തൊരു വാക്ക് വേണ്ട വി.എസിനെ അടയാളപ്പെടുത്താൻ. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇങ്ങോളം സമരനായകന് കേരളം വിട പറയുന്നത്. കാരണം അദ്ദേഹം ഭരിക്കുമ്പോഴും അദ്ദേഹം പ്രതിപക്ഷമായിരുന്നു എന്നതാണ്. അങ്ങനെ അപൂർവം പേരെ നമുക്ക് കാണാൻ കഴിയൂ. 82-ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയായി ഭരണമേൽക്കുമ്പോഴും അദ്ദേഹം പ്രതിപക്ഷത്താണ്. അദ്ദേഹം ഒരു സിസ്റ്റത്തിനെതിരെ പടപൊരുതുക കൂടിയാണ് ആ ഘട്ടത്തിലും. അപ്പോൾ അദ്ദേഹം ആ ഒരു എല്ലാ അർത്ഥത്തിലും എല്ലാ കാലത്തും പ്രതിപക്ഷമായിരുന്ന ആൾ. അദ്ദേഹം ഒരു സ്റ്റേറ്റ്സ്മാനായിരിക്കുമ്പോൾ പ്രതിപക്ഷമായിരിക്കാൻ എങ്ങനെ കഴിയും എന്ന് നമ്മളെല്ലാവരും ആകെ അത്ഭുതപ്പെടും. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഒരു വ്യവസായിയായാണ്. അന്ന് അദ്ദേഹം ഒരു സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു. ആ നിലയ്ക്കാണ് ഞാൻ അദ്ദേഹം ആ സ്റ്റേറ്റ്സ്മാൻഷിപ്പ് പ്രകടിപ്പിക്കുന്നത് എൻ്റെ മനസ്സിലുണ്ട് എന്ന് അദ്ദേഹം ഓർത്തെടുക്കുകയാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓർത്തെടുക്കാൻ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ പകർന്നു നൽകിയ വി.എസ്. അച്യുതാനന്ദൻ 11-ാം വയസ്സിൽ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച ഒരു പൊളിറ്റേറിയൻ നേതാവാണ് എന്നത് നമ്മൾ ഓർക്കണം. അങ്ങനെ ആ മനുഷ്യനിടയിൽ നിന്ന് വളർന്നു വന്ന ഒരു നേതാവ്. ഈ തിരിച്ചടികൾക്കെല്ലാം ഒടുവിൽ, പാർട്ടിയിലെ ആഭ്യന്തര കുഴപ്പങ്ങൾക്കൊടുവിൽ വി.എസ്. അച്യുതാനന്ദൻ മലപ്പുറം സമ്മേളനത്തോടെ വലിയ തിരിച്ചടികളൊക്കെ നേരിടുന്ന ഘട്ടത്തിൽ അദ്ദേഹം MN വിജയൻ മാഷോട് പറയാണ് പോരാട്ടം തുടരും എന്ന്. അതായത് അവിടെ അദ്ദേഹം നിർത്തുന്നില്ല, അതായത് വിശ്രമത്തിലേക്ക്. അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായി കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ നമ്മൾ കണ്ടിട്ടുള്ള ആളുകളെല്ലാം അവിടെ നിന്ന് വിശ്രമത്തിലേക്കോ വിസ്മൃതിയിലേക്കോ പോകുന്നതാണ്. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല വി.എസ്. അച്യുതാനന്ദൻ സംഭവിക്കുന്നത്. വി.എസ്. അച്യുതാനന്ദൻ വീണ്ടും പൊരുതുകയാണ്. പോരാട്ടം തുടരുമെന്ന് വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞെങ്കിൽ ആ പോരാട്ടം ഓരോ ഇഞ്ചിലും തുടരുന്നത് കേരളം കാണുന്നു. പിന്നീട് കേരളം കാണുകയാണ്. അതിനുശേഷമാണ് അദ്ദേഹം കൂടുതൽ ജനകീയ സമരങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്നത്. അതായത് പാർട്ടി സംഘടനാ ചട്ടക്കൂടിന് വെളിയിലുള്ള സമരങ്ങളിലേക്ക് കൂടി അദ്ദേഹം ഇറങ്ങിച്ചെല്ലുന്നു. സ്ത്രീ വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെടുന്നു, അവർക്കൊപ്പം നിന്നുകൊണ്ട് പോരാടുന്നു. അങ്ങനെ ഒരു വി.എസിനെ കൂടി പിന്നീട് കേരളം കാണുകയാണ്. പരിസ്ഥിതി പ്രശ്നങ്ങളിൽ, കേരളത്തിൻ്റെ പരിസ്ഥിതി പോരാട്ടങ്ങളിലെ ഒന്നാമത്തെ പേരുകാരൻ വി.എസ്. അച്യുതാനന്ദനാണ് എന്ന് നിസ്സംശയം പറയാം. ഇന്നിപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഭൂമികയുടെ തൊട്ടു ചേർന്നുള്ള പ്രദേശങ്ങളിലൊക്കെ, മങ്കൊമ്പടക്കമുള്ള പ്രദേശങ്ങളിൽ വെട്ടിനിരത്തൽ സമരം വി.എസ്. 97-ൽ നടത്തി എന്ന് എല്ലാ കാലത്തും ആളുകൾ പറഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങൾ തുടരെ എഴുതിയിട്ടുണ്ട്. ആ മാധ്യമങ്ങളൊക്കെ പിന്നീട് അത് തിരുത്തുകയാണ്. ഇന്നിപ്പോൾ വി.എസ്. മടങ്ങി പോകുമ്പോൾ ആ മാധ്യമങ്ങൾ തന്നെ എഴുതുന്നത് വി.എസ്. വയൽ നികത്തത്തിൽ വിരുദ്ധ സമരം എന്ന് 97-ൽ നടത്തി എന്നാണ്. അതായത് ആ വി.എസ്. അച്യുതാനന്ദൻ്റെ സമര പോരാട്ടങ്ങളെ ഏതെങ്കിലും ഒരു കാലത്ത് യാഥാർത്ഥ്യബോധത്തോടെ അടയാളപ്പെടുത്താതെ ഒരു സംവിധാനത്തിനും മുന്നോട്ട് പോകാൻ കഴിയില്ല, ഒരു മാധ്യമത്തിനും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന കാഴ്ച കൂടി നമ്മളിവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് വി.എസ്. അച്യുതാനന്ദൻ വെട്ടിനിരത്തൽ
വെട്ടിനിരത്തൽ, കേവലം ഒരു വെട്ടിനിരത്തൽ സമരമല്ല അവിടെ നടത്തിയത്. വെട്ടിനിരത്തൽ എന്ന പ്രയോഗം പിന്നീട് VS-ന്റെ രാഷ്ട്രീയ വഴികളിലെല്ലാം ആവർത്തിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. പാലക്കാട് സമ്മേളനത്തിൽ VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ, പിണറായി വിജയനും VS അച്യുതാനന്ദനും എല്ലാം അടങ്ങുന്ന പാർട്ടി നേതൃത്വം, പാർട്ടിയുടെ നേതൃത്വം പിടിച്ചെടുക്കുന്ന ഘട്ടത്തിൽ CITU പക്ഷത്ത് ഈ പാർട്ടിയുടെ ആഭ്യന്തരക്കുഴപ്പം തന്നെയാണ്. ആ ആഭ്യന്തരക്കുഴപ്പത്തിന്റെ തുടർച്ചയിൽ മുന്നേറുമ്പോൾ അതും വെട്ടിനിരത്തൽ എന്ന് അന്നത്തെ VS അച്യുതാനന്ദന്റെ വെട്ടിനിരത്തൽ സമരത്തിന്റെ തുടർച്ചയായി ആ വാക്ക് മലയാളത്തിന് സംഭാവന ചെയ്ത മാധ്യമങ്ങൾ അത് ആവർത്തിക്കുന്നത് നമ്മൾ കേരളം കണ്ടതാണ്. പക്ഷേ അതിനപ്പുറം പിന്നീട് മലപ്പുറം സമ്മേളനത്തിൽ അദ്ദേഹത്തിന് തകർച്ചയുണ്ടാകുമ്പോൾ അദ്ദേഹം വിസ്മൃതിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നിടത്തു നിന്ന് അദ്ദേഹം പുതിയ സമരങ്ങളിലൂടെ ഉയർത്തെഴുന്നേൽക്കുന്നു. പ്രത്യേകിച്ച് എൻഡോസൾഫാൻ ഇരകൾക്ക് വേണ്ടിയുള്ള സമരത്തിൽ അദ്ദേഹം പോരാട്ടം നടത്തുന്നു. അതിനുശേഷം ഇങ്ങോട്ട് കർഷക തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പുതിയ സമരങ്ങളിൽ, അതായത് മൂന്നാറിലെ സ്ത്രീ തൊഴിലാളികളുടെ സമരത്തിൻ്റെ മുൻനിരയിലേക്ക് അദ്ദേഹം കടന്നെത്തുന്നു. ആ സമരം അവിടെ അവസാനിക്കുന്നത് VS എത്തുമ്പോഴാണ്. ആ നിലയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ഇടപെടൽ ഉണ്ടാകുന്നത്. അതിനൊക്കെ ഏറെ ഖേദകരമായ സങ്കടകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ സൂര്യനെല്ലിയിലെ സ്ത്രീ പീഡന കേസിൽ അതേക്കുറിച്ചുള്ള ഹൃദയസ്പർശിയായ ഓർമ്മകളൊക്കെ കഴിഞ്ഞ ദിവസം CPIM നേതാവ് കൂടിയായ സുജാ സൂസൻ ജോർജ് പങ്കുവച്ചിരുന്നു. അന്ന് സുജാ സൂസൻ ജോർജ് ആണ് ഈ വിഷയത്തിൽ സ്വതന്ത്രമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് VS അച്യുതാനന്ദൻ അതീവ രഹസ്യമായാണ് അവരുടെ വീട്ടുകാരുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി വലിയ രാഷ്ട്രീയ നേതൃത്വങ്ങളെല്ലാം അടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ആരോപണമുള്ള, തേച്ചുമാച്ച് കളയാനുള്ള കഠിനമായ ശ്രമമുള്ള, ഹൈക്കോടതിയിൽ നിന്ന് ഏറ്റവും ക്രൂരമായ ഒരു വിധി വന്ന ഒരു സംഭവമാണ് സൂര്യനെല്ലി. ആ വിഷയത്തിൽ ആ ഹൈക്കോടതി വിധി വന്നതിന് ശേഷമാണ് ആ കുടുംബം ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോഴാണ് VS അച്യുതാനന്ദൻ ആ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. സുജാ സൂസൻ ജോർജിനൊപ്പം ആ കുടുംബത്തിലേക്ക് കടന്നു ചെന്നിട്ട് രഹസ്യമായി 1 ലക്ഷം രൂപയുടെ ഒരു പൊതി ആ കുട്ടിയുടെ അച്ഛനെ ഏൽപ്പിക്കുമ്പോൾ അവരത് വേണ്ട എന്ന് പറഞ്ഞ് തിരസ്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ആ കുട്ടിയുടെ അപ്പൂപ്പനാണ്, മുത്തച്ഛനാണ് തരുന്നതെന്ന് കരുതിയാൽ മതി, ഞാനെൻ്റെ പെൻഷൻ സ്വരുക്കൂട്ടിയെടുത്ത പണമാണ് ഇത് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇടപെട്ട ഒരു VS അച്യുതാനന്ദൻ കൂടിയുണ്ട് എന്നത് ഓർക്കണം. ഈ ഘട്ടത്തിൽ പലരും പല കാര്യങ്ങൾ അദ്ദേഹം വിടവാങ്ങുമ്പോഴാണ് പലരും പല വെളിപ്പെടുത്തലുകൾക്കും തയ്യാറാകുന്നത് എന്നുള്ള കൗതുകം കൂടിയുണ്ട്. അദ്ദേഹം ഒരു മുസ്ലിം വിരുദ്ധനാണ് എന്നും മുസ്ലിം വിരുദ്ധമായ ചില പരാമർശങ്ങൾ VS അച്യുതാനന്ദൻ നടത്തിയിട്ടുണ്ട് എന്നുമൊക്കെയുള്ള ആരോപണം മുമ്പ് NDF-ന്റെ പോപ്പുലർ ഫണ്ട് പിന്നീട് പേര് മാറിയ NDF-ന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വിശദീകരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്ത് ആളുകൾ ഇങ്ങനെ വ്യാപകമായി പറഞ്ഞു നടന്നു. പക്ഷേ ഇന്നലെ ആ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകൻ തന്നെ, MC നാസർ എന്ന മാധ്യമപ്രവർത്തകൻ തന്നെ വെളിപ്പെടുത്തുകയാണ്, അങ്ങനെയല്ല, ഞാൻ NDF-നെ കുറിച്ച് ചോദിച്ചതാണ്, NDF-നെ കുറിച്ചാണ് VS അച്യുതാനന്ദൻ മറുപടി പറഞ്ഞത്, അല്ലാതെ മുസ്ലിം ജനസാമാന്യത്തെക്കുറിച്ചല്ല എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ ഓർക്കേണ്ടത്, കേരളത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി CPIM മുന്നിൽ കണ്ടിരുന്നത് എന്താണ്? അത് ഇവിടേക്കുള്ള സംഘപരിവാറിൻ്റെ കടന്നുവരവാണ്. അവരുടെ CPIM-ന്റെ തന്നെ വോട്ട് ബേസായ 7 വോട്ട് ബേസിലേക്കുള്ള സംഘപരിവാറിൻ്റെ കടന്നുവരവാണ്. അവരുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് BDJS എന്ന പേരിലൂടെ നടപ്പാകുമ്പോൾ അതിനെ ചെറുക്കാൻ 2016-ൽ, അതായത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് വിട പറഞ്ഞിറങ്ങിയ VS അച്യുതാനന്ദൻ പിന്നീട്, അതായത് ആ പ്രായത്തിലുള്ള 90 കടന്ന ഒരു നേതാവ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയാൽ പിന്നെ ചെയ്യുക എന്താണ്? അദ്ദേഹം വിശ്രമത്തിലേക്ക് പോകുക എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. 2016-ലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന പ്രചാരകരിൽ ഒരാളായി അദ്ദേഹം കേരളം മുഴുവൻ നിറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഈ പശു ഇവരുടെ അമ്മയാണെങ്കിൽ കാള ഇവരുടെ അച്ഛനാണോ എന്നുള്ള ഏറ്റവും ഡയറക്റ്റായ, ഏറ്റവും രൂക്ഷമായ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ രാഷ്ട്രീയ മുന്നേറ്റത്തെ തകർത്തത് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ 90കളിൽ നിന്നുകൊണ്ട് അദ്ദേഹം പോരാടിയത് എന്നതാണ്. അങ്ങനെ ഒരു നേതാവിനെ ഇനി കേരളം ആണ്. അതായത് അതിൻ്റെ അത്യാവശ്യം എന്തു തന്നെ ആയിക്കോട്ടെ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പോരാട്ടം നടത്താൻ അദ്ദേഹം ശരി എന്ന് കരുതുന്ന ഒന്നിനു വേണ്ടിയുള്ള അദ്ദേഹം ഏറ്റവും ഒടുവിൽ വരെ അദ്ദേഹം ആ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു സംശയം അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിലും ഉണ്ടായിരുന്നില്ല. നിസ്സംശയമാണ് അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ മുന്നോട്ട് പോയത്. നമുക്കറിയാം, ഇവിടെ നിന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഓരോ പോരാട്ടങ്ങളെയും, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അന്ത്യോപചാരം അർപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം, അദ്ദേഹത്തിൻ്റെ ഈ പോരാട്ട പർവ്വം ഓർത്തെടുക്കുന്നത്. അദ്ദേഹം ഓരോ വിഷയങ്ങളിലും, അതായത് ഇപ്പോൾ അദ്ദേഹം പ്രതിപക്ഷവുമായി നേരിട്ട് ഏറ്റുമുട്ടിയ കേസുകൾ ഓരോന്നോരോന്നായി എടുത്ത് പരിശോധിച്ചാൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിനകത്ത് എവിടെയെങ്കിലും ഒരു കോംപ്രമൈസിൻ്റെ അംശം VS അച്യുതാനന്ദൻ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും സാധാരണ എപ്പോഴും പറയാറ്, രാഷ്ട്രീയ നേതൃത്വം എപ്പോഴും അവർ അഴകുഴമ്പൻ നിലപാട് പലപ്പോഴും മറ്റ് രാഷ്ട്രീയക്കാർക്കെതിരെ എന്തെങ്കിലും ആരോപണം വരുമ്പോൾ സ്വീകരിക്കാറുണ്ട്. ഒരു പ്രത്യേക
ഘട്ടത്തിൽ അവർ പിന്തിരിയാറുണ്ട്. ആരോപണമൊക്കെ മുന്നോട്ട് വെച്ചതിന് ശേഷം ഒരു പ്രത്യേക ഘട്ടത്തിൽ അവർ പിന്തിരിയാറുണ്ടെന്ന് പറയും. പക്ഷേ ഒരു ഘട്ടത്തിലും VS അച്യുതാനന്ദൻ പിന്തിരിഞ്ഞ ചരിത്രമില്ല എന്നത് നമ്മൾ ഓർക്കണം. അത് പാമോലിൻ കേസ്, കരുണാകരൻ സർക്കാരിനെതിരെ പാമോലിൻ കേസ് വരുമ്പോൾ അതിൻ്റെ അദ്ദേഹം അവസാനം വരെ ആ ആരോപണം തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം പൊതുരംഗത്തുള്ള കാലം അത്രയും ആ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഇടമലയാർ കേസിൽ R ബാലകൃഷ്ണപിള്ള ജയിലിൽ പോകുന്ന പോരാട്ടം അദ്ദേഹം നടത്തി. ഏറ്റവും ഒടുവിൽ 2011 90കളിൽ തുടങ്ങിയ പോരാട്ടമാണ്. 2011 R ബാലകൃഷ്ണപിള്ള ജയിലിലേക്ക് പോകുമ്പോൾ ആ ജയിലിൽ പോയതിനു ശേഷവും അദ്ദേഹം ജയിലിലല്ല, അംഗനക്ഷത്ര സൗകര്യങ്ങളിലൂടെ ഇപ്പോൾ ഇതാ ഹോട്ടലിൽ കഴിയുകയാണെന്ന് പൊതുജനത്തോട് വിളിക്കുന്നത് VS അച്യുതാനന്ദനാണ്. അങ്ങനെയാണ് പോരാട്ടത്തിന്റെ സ്വഭാവം. വിട്ടുവീഴ്ച അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയും. കാരണം അദ്ദേഹത്തിന്റെ ചെറുപ്പം മുതൽ അദ്ദേഹം വിജയിച്ചത്, മുന്നേറിയത്, പോരാടിയത് എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ തിരിച്ചടികളെയും ഓരോ പരാജയത്തെയും ഊർജ്ജമായി ഉൾക്കൊണ്ട് മുന്നോട്ട് പോയ ഒരു നേതാവാണ് അദ്ദേഹം. ഏറ്റവും ഒടുവിൽ അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപ് സീതാറാം യെച്ചൂരി, അന്നത്തെ CPIഎമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയായ സീതാറാം യെച്ചൂരി ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തോട് ഇനി എന്ത് ചെയ്യണമെന്നാണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ മറുപടിയാണ് ഭൂപരിഷ്കരണ നയത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ ആ ഘട്ടത്തിന് നേതൃത്വം നൽകുക എന്നതാണ് എൻ്റെ ആഗ്രഹം എന്ന്. അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ഊർജ്ജം നഷ്ടമായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഈ പ്രായാധിക്യം കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത്, അതായത് ഒരു 94 വയസ്സിന് ശേഷം 96 വയസ്സിലേക്കൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം അദ്ദേഹത്തെ തേടിയെത്തുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് ഈ പൊതുരംഗത്ത് നിന്ന്, സജീവതയിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരുന്നത്. അപ്പോഴും കേരളം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു അച്യുതാനന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണമെന്ന്. മുമ്പ് ഇങ്ങനെ കണ്ടിട്ടുള്ളത് EMS കടന്നു പോകുമ്പോഴാണ്. EMS കടന്നു പോകുമ്പോൾ അന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു തരത്തിലൊരു സങ്കീർണമായ ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ടാകുമ്പോൾ, ഒരു ചർച്ചയുണ്ടാകുമ്പോൾ, ഒരു രാഷ്ട്രീയ ചർച്ചയുണ്ടാകുമ്പോൾ അതിൽ അന്തിമമായ ഒരു കമൻറ്റ് കേരളം EMSൻ്റെ അന്ന് കേരളം പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ VS അച്യുതാനന്ദൻ്റെ കമൻറ്റും കേരളം പ്രതീക്ഷിക്കുന്നു. ഒരു EMSൻ്റെ ഇടപെടലുകളും ആയി VS അച്യുതാനന്ദൻ ഈ ജനങ്ങൾ ആ അടിത്തട്ടിൽ നിന്ന്, അതായത് EMS പുത്രനാണെങ്കിൽ VS അച്യുതാനന്ദൻ എന്നത് പുത്രൻ തന്നെയാണ് തൊഴിലാളി വർഗത്തിൻ്റെ. അപ്പോൾ ആ നിലയ്ക്ക് VS അച്യുതാനന്ദൻ എന്താണ് ഈ ഓരോ വിഷയങ്ങളിലും പറയാനുള്ളത് എന്ന് എല്ലാവരും കാത്തിരുന്നിരുന്നു. പുതിയ കാലത്ത് വെല്ലുവിളികൾ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം നേരിടുന്നു. ആ രാഷ്ട്രീയ പ്രസ്ഥാനം നേരിടുന്ന ഘട്ടത്തിലും എന്തായിരിക്കും VS അച്യുതാനന്ദൻ്റെ ഇടപെടൽ? ഇപ്പോൾ CPIഎമ്മിൻ്റെ വോട്ട് ബാങ്കായ ഈഴവ വോട്ട് ബാങ്കിനെ നേരിട്ട് മുതൽ തുടങ്ങിയ ആ ഇടപെടലിൻ്റെ ബാക്കി ഇപ്പോഴും ആ ശ്രമങ്ങൾ ഇവിടെ ആവർത്തിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ്റെ കമൻറ്റിനെയൊക്കെ എങ്ങനെയായിരിക്കും ആളുകൾ കാണുക, നേരിടുക എന്നത് സംബന്ധിച്ച് വലിയ ചർച്ച ഈ ഘട്ടത്തിലും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ് VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു VS അച്യുതാനന്ദൻ പറയുക എന്നത് തന്നെയാണ് എല്ലാവരും ആലോചിക്കുന്നത്. സ്വാഭാവികമായും VS അച്യുതാനന്ദൻ്റെ മറുപടി ഒരു ദാക്ഷിണ്യവും ദയവും ഇല്ലാത്തതായിരിക്കുമെന്ന് നമുക്കിപ്പോഴേ ഉറപ്പിച്ചെടുക്കാൻ കഴിയും. കാരണം 2016 പ്രചാരണത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഹെലികോപ്റ്ററിൽ പ്രചാരണത്തിൻ്റെ രംഗം VS പറഞ്ഞത് നരേന്ദ്രമോദി കേരളത്തിന് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സംഭാവന ഹെലികോപ്റ്ററിൽ നടന്ന് മാലിന്യം വിതറുന്ന വെള്ളാപ്പള്ളി നടേശനാണ്. അങ്ങനെ രൂക്ഷമായ പരിഹാസം നടത്താൻ മടിയില്ലാത്തയാളായിരുന്നു VS അച്യുതാനന്ദൻ. അതുകൊണ്ടൊരു രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ആശങ്ക അദ്ദേഹത്തിന് ഒരു കാലത്തും ഇല്ലായിരുന്നു എന്നുള്ളത് ഓർക്കണം. അത് ഒപ്പം നിന്നവരോട് പിന്നീട് പോരടിക്കുമ്പോഴും ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലായിരുന്നു എന്നത് നമുക്കറിയാം. അതിപ്പോൾ നമുക്കറിയാവുന്നതുപോലെ SNC ലാബിനടക്കമുള്ള കേസിൻ്റെ കാര്യം വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ സമീപനത്തിന് ഒരു മാറ്റവുമില്ലായിരുന്നു. പാർട്ടിയിലെ ആഭ്യന്തര കുഴപ്പങ്ങളിലും അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം ഓരോ ഘട്ടത്തിലും സ്വീകരിച്ചു. അതിനെല്ലാം ഒടുവിൽ അദ്ദേഹം ആദ്യം പൊതുരംഗത്തോട് വിടവാങ്ങുന്നു. അതിനുശേഷം അദ്ദേഹം ജീവിതത്തോട് തന്നെ ഈ 102ാമത്തെ വയസ്സിൽ വിടവാങ്ങി തിരുവനന്തപുരത്ത് നിന്ന് ദർബാർ ഹാളിൽ നിന്ന് പുറപ്പെട്ട ആ വിലാപയാത്ര ഇപ്പോൾ ഇവിടെ വേലിക്കകത്ത് തറവാട്ടിലെത്തി അവിടെ അന്ത്യോപചാരം അർപ്പിക്കുകയാണ് എല്ലാവരും. ഇവിടെ വലിയ ജനാവലിയുണ്ട്. ഈ ജനാവലിയുടെ എല്ലാം ഏറ്റവും വലിയ ആശയും ആവേശവുമായിരുന്നു VS അച്യുതാനന്ദൻ ഒരു കാലത്ത്. ഇപ്പോഴും തുടർന്നങ്ങോട്ട് എങ്ങനെയായിരിക്കുമെന്ന് ഒരു സംശയമില്ലാത്തവണ്ണം ഇവിടെ കൂടിയ ജനാവലി ആവർത്തിച്ച് പറയുന്നു. VS അച്യുതാനന്ദൻ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല, ഒട്ടേറെ കമ്മ്യൂണിസ്റ്റുകളെ സൃഷ്ടിച്ചെടുത്ത കമ്മ്യൂണിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇനി വലിയൊരു തലമുറ അദ്ദേഹത്തിന് പിന്നാലെ നടക്കാൻ ഇവിടെ ബാക്കിയുണ്ട് എന്നവർ പറയുന്നുണ്ട്. വിവിധ അനുഭവങ്ങൾ, പല തലത്തിലുള്ള അനുഭവങ്ങൾ പല തലമുറയിലുള്ളവർക്ക് ഇവിടെയുണ്ട്. ഇവിടെ വരുന്ന SFIക്കാരായ യുവാക്കൾ തന്നെ പലരും പറയുന്നു അവർക്കൊപ്പം സമരവേദിയിൽ VS ഉണ്ടായിരുന്നു എന്ന്. തൊഴിലാളികളായ ആളുകൾ പറയുന്നു അവർക്കൊപ്പം സമരവേദിയിൽ VS ഉണ്ടായിരുന്നു എന്ന്. സ്ത്രീപക്ഷ പ്രവർത്തകരായ ആളുകൾ പറയുന്നു അവർക്കൊപ്പം സമരവേദിയിൽ VS ഉണ്ടായിരുന്നു എന്ന്. അപ്പം VS അച്യുതാനന്ദൻ എല്ലാവർക്കും ഒപ്പം, അതായത് ഏത് അനീതി നേരിടുന്ന എല്ലാവർക്കുമൊപ്പം
ശക്തമായി പോരാടാൻ വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു എന്നത് ആണ് അതിൻ്റെ കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ വലിയ ജനാവലി വന്ന് യാത്ര പറയുന്നത്.